ഇറ്റ്സ് മീ ഷാരൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചു, യു കെയിൽ ഒരു വീട് മേടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലല്ല, അതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഞങ്ങൾ കടന്നു പോയൊരു പ്രോസസ്സ്, സ്റ്റെപ്സ്, പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ പലരോടും അന്വേഷിച്ച് എടുത്ത് എന്തൊക്കെയാണെന്ന് കുറേ നമ്മളെന്താ പറയുക റിസർച്ച് ചെയ്തിട്ടാണ് അത് ത്രൂ പോയത്. അപ്പോൾ പലർക്കും ആ കാര്യങ്ങൾ അറിയാമായിരിക്കും, അറിയാൻ മേലാത്തവരുണ്ട്. അപ്പോൾ അറിയാൻ മേലാത്തവരോട് ആ ഒരു പ്രോസസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ എന്നാണ് ഞാൻ ഇന്ന് ആലോചിക്കുന്നത്. ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ റീസെൻ്റ്ലി വീട് മേടിച്ചാണ്, പലർക്കും അറിയാമായിരിക്കും. രഞ്ജിത എൻ്റെ ആദ്യത്തെ ഹൗസ് വാമിങ് വീഡിയോയിലെ ആളാണ്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ ആ സ്റ്റെപ്സും പ്രോസസ്സും ഒക്കെ നിങ്ങളുമായിട്ട് കുറച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് രഞ്ജിത. അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട് രഞ്ജിത. രഞ്ജിത കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഹലോ. അപ്പം നമ്മൾ രണ്ടുപേരും ഒരു വീട് മേടിച്ചതിൻ്റെ ഒരു പ്രോസസ് ത്രൂ ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ് പോയതാണ്, വിത്തിൻ 6 months. അപ്പം നമുക്കത് കുറച്ച് ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. കാരണം ഇപ്പൊ പലരും നമ്മളോട് ചോദിക്കുന്നു എന്തൊക്കെയാണ് പ്രോസസ്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓക്കെ, നമ്മളെ പോലെ തന്നെ ആൾക്കാരുണ്ട്, അറിയാൻ മേലാത്തവരും ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഓർത്തു. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെയായിരുന്നു നമ്മൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത്, എനിക്ക് തോന്നുന്നു നമ്മള് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ശരിക്കും പറയാൻ നമ്മൾ തുടങ്ങിയത് വീട് നോക്കി തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നത് എല്ലാരും പറയും ഡിപ്പ്, അതായത് ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര എമൗണ്ട് ബാങ്ക് നമുക്ക് തരുന്നു, അതായത് നമുക്ക് എത്ര ഒരു ഫോർ എക്സാമ്പിൾ ഒരു 3 കോടി ആണ് നമുക്ക് ഡിപ്പ് കിട്ടുന്നതെങ്കിൽ ആ 3 കോടിക്ക് ഉള്ളിലുള്ള വീട്, അതായത് കറക്റ്റ് അല്ലെ 3 കോടി ഉള്ള വീടാണ് നമ്മളത്. അതാണ് ഡിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മുടെ ജോലി, നമ്മളുടെ ഡെപ്പോസിറ്റ് എത്ര എമൗണ്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് സേവിങ്സ് ആയിട്ട്, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ പ്രൈമറിലി ചിലർ ചെയ്യുന്നത് ഈ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എടുത്തിട്ട് പിന്നെ അത് വെച്ച് വീട് നോക്കാൻ പോകുന്നവരുണ്ട്. നമ്മൾ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ശരിക്കും കുറച്ച് വീടുകൾ കാണാനാണ് ആദ്യം പോയത്. നമ്മൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തു, അതായത് എങ്ങനെയാണ് അത് നമ്മൾ നോക്കിയത്. ന്യൂ ബിൽഡിന്റെ പ്രോസസ്സിംഗ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ബേസിക്കലി നമ്മൾ കുറേ ന്യൂ ബിൽഡ് പ്രോപ്പർട്ടീസ് കണ്ടു, വീടിന്റെ സ്പേസും കാര്യങ്ങളും എല്ലാം കുറേ കണ്ടു, അതായത് ഒരു ഐഡിയ കിട്ടാനായിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു മോർഗേജ് അഡ്വൈസറിനെ സമീപിച്ചിട്ട് നമ്മൾ ഈ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എടുത്തത്. അപ്പൊ നമുക്ക് ഏകദേശം എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയായി. പിന്നെ ഈ മോർഗേജ് അഡ്വൈസർ എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ചിലർ അതിൽ ഒരു 99% ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ചിലർ നമ്മളുടെ കയ്യിൽ നിന്ന് അത് പേയ്മെന്റ് എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മൾക്ക് എടുത്തു തരുന്ന ഒരു മോർഗേജ് എന്ന് പറയുന്ന ഒരു അതിനെന്താ പറയുന്നത്, ഒരു പാക്കേജ്. ചില പാക്കേജുകളുണ്ട്, നമുക്ക് ഇത്ര പെർസെൻറ്റേജിൽ നമുക്ക് കിട്ടും എന്നുള്ള, അത് എടുത്തു തരുന്ന, അത് ബേസ് ചെയ്തിരിക്കും. നമുക്ക് ഇത്ര, അതായത് ചിലർക്ക് 5% എടുത്തു തരാം, 5% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ എടുത്തു തരും. അപ്പം അങ്ങനെ ചിലർ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മളിൽ നിന്ന് പേയ്മെന്റ് എടുക്കും. അല്ലാത്ത പക്ഷെ 99% മോർഗേജ് അഡ്വൈസർ എന്ന് പറയുന്ന ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് പരിപാടിയാണ്. കാരണം അവർക്ക് പേയ്മെന്റ് കിട്ടുന്നത് നമ്മൾക്ക് മോർഗേജ് തന്നു കഴിയുമ്പോൾ ബാങ്കാണ് അവർക്ക് പേ ചെയ്യുന്നത്. സോ അത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഡിപ്പ് എടുത്തു. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വീട് അന്വേഷിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് അപ്പൊ നമുക്ക് ഡിപ്പ് കിട്ടി കഴിയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കോസ്റ്റ് വെച്ചിട്ട് നമുക്കിപ്പോ അറിയാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബിൽഡ് ഹൗസസിനെ കുറിച്ചിട്ടാണ് കുറച്ചുകൂടെ അറിയാവുന്നത്. വീട് തപ്പുക, നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത്, നമ്മൾക്കൊരു പ്ലാൻ കാണുമായിരിക്കുമല്ലോ, എത്ര ബെഡ്റൂമാണ് വേണ്ടത്. പിന്നെ ഈ പറഞ്ഞ ഈ ഡിപ്പിന്റെ അകത്ത് നിൽക്കുന്ന ഒരു വീട്, ആ ഒരു കോസ്റ്റിൽ നിൽക്കുന്ന വീട് വേണം. പിന്നെ മോറോവർ ഇതിലും എല്ലാം എബോ നമ്മളുടെ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് സേവിങ്സ് ആണ്. അതായത് നമുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കണമല്ലോ. അപ്പം അതിനുള്ള ഒരു സേവിങ്സ് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടിരിക്കണം. എന്നിട്ട് നമ്മൾ വീട് തപ്പുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലൊരു കാര്യം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ കിടന്ന് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യും. നമ്മൾ ആ ഒരു ഡെപ്പോസിറ്റ് ഒപ്പിക്കാനും അല്ല. ഇതിപ്പോൾ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് നമുക്ക് പിന്നെ സേഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.
പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന എത്രത്തോളം സ്മൂത്ത്നെസ് ഓഫ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എത്ര ഒരു ടൈറ്റിൽ എമൗണ്ട് ഉണ്ട്, അതായത് നമ്മുടെ സേവിങ്സ് എത്ര ഉണ്ട്, പിന്നെ നമ്മൾ എന്ത് വീടാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നനുസരിച്ചും ഇരിക്കും. ഇപ്പോൾ എനിക്കൊരു 2 bedroom ആയിട്ടുള്ള ഒരു ഹൗസ് വിത്ത് എ ഗുഡ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ് ഇച്ചിരി കൂടെ സ്മൂത്ത് ആയിരിക്കും. കാരണം നമ്മൾ അത്രയും വളരെയധികം ടൈറ്റ് ആവില്ല. പക്ഷെ അതേസമയം ടെൻഷൻ ഫ്രീ ആയിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ വീട് തപ്പുക. വീട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള വീട് ഈ പറയുന്ന പോലെ പല ബിൽഡേഴ്സ് ഉണ്ട്. ആഷ്ബറി, ബെൽവേ ആൻഡ് ടീലവിൻഡി, പെർസിമൻസ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ പലയിടത്തും പോയി വീട് തപ്പുക. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട, ഫോർ എക്സാമ്പിൾ ഒരു വീട് ഇഷ്ടപ്പെട്ടു, നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽസ് അഡ്വൈസറായിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീടിന് അവർ ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. ഇപ്പം 3 കോടിയുടെ വീടിന് 3 കോടി ഇട്ടിട്ടുണ്ടെങ്കിൽ, ബട്ട് ഈ പ്രോസസ്സിൽ നമുക്ക് അവരോട് ഒത്തിരി നമുക്ക് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഒത്തിരി ഓഫേഴ്സ് തരും. അതായത് ഡെപ്പോസിറ്റ് ബൂസ്റ്റ്, പിന്നെ കുറെ ഇൻസെന്റീവ്സ് തരും. ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലോറിങ് അവർ ചെയ്തു തരും, ബാക്ക് ഗാർഡനിൽ ടേർഫ് ചെയ്ത് തരും, അങ്ങനത്തെ കുറെ ഇൻസെന്റീവ്സ്. അല്ലാതെ നമ്മൾ ചിലപ്പോൾ അത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എക്സ്ട്രാ പേ ചെയ്താണ് നമ്മൾ ഇത് എടുക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്ന്. നമ്മൾ അവരോട് കൂടുതൽ സംസാരിച്ച് അവരോട് കൈൻഡ് ഓഫ് കുറച്ച് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടി വരും. എത്ര നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുന്നോ അത്ര നല്ല ഓഫർ നമുക്ക് അവര് ഫൈനൽ എമൗണ്ടിൽ ഒന്നും കുറയ്ക്കുക എന്നല്ല ഞാൻ പറയുന്നത്. അത് ഒരുപക്ഷെ എനിക്കൊന്ന് പഴയ വീടുകൾക്ക് അവർ അങ്ങനെ ചെയ്തു തരും. ഇതിൽ ഫൈനൽ എമൗണ്ടിൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ ഇവര് നമുക്ക് നല്ല ഡെപ്പോസിറ്റ് ബൂസ്റ്റ് വരും. അതായത് ഒരു 10,000 pounds ഫ്രീ ആയിട്ട് നമുക്ക് തരും അല്ലേ. അത് ഇപ്പൊ ഈ പറയുന്ന കൂട്ട് നമ്മുടെ പെർസെന്റേജ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി കൂടെ വേണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്ട്രാ ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു 3 കോടിക്ക് 10% എന്ന് പറയുമ്പോൾ 30,000 പൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ഒരു 10 കോടി ഇട്ട് 40,000 ഇടാം. അപ്പൊ നമ്മുടെ മോർഗേജിൽ അത്രയും കുറവ് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ബിൽഡേഴ്സുമായിട്ട് സംസാരിക്കുന്നു. നമുക്ക് അവരുമായിട്ടൊരു ഒരു എഗ്രിമെന്റിൽ വരുന്നു. അവർ നമുക്ക് എന്തൊക്കെ ഓഫേഴ്സ് തരും എന്നുള്ളതിൽ നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പല ബിൽഡേഴ്സിനും പല ഇതായിരിക്കും. എമൗണ്ട് കൊടുത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 1,000 പൗണ്ട് കൊടുത്തൊക്കെ റിസർവ് ചെയ്യും. റിസർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ അവർ ചോദിക്കുക, നമ്മുടെ റിസർവേഷൻ ഫോമിനകത്ത് തന്നെ നമ്മൾ ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ആരാണ് സൊളിസിറ്റർ, ആരാണ് നമ്മുടെ അഡ്വൈസർ എന്നുള്ളത് അവർ ആ റിസർവേഷൻ ഫോമിനകത്ത് തന്നെ ചോദിക്കും. നമുക്ക് ഓൾറെഡി ഒരു അഡ്വൈസർ ഉണ്ടായിരിക്കും. അനപ്പ് വന്ന് നമുക്കൊരു ഫോം ഉണ്ടായിരിക്കും എന്താണെങ്കിലും ഫിൽ ചെയ്യാൻ. അതിനകത്ത് സൊളിസിറ്ററിന്റെയും അഡ്വൈസറിന്റെയും പേര് കൊടുക്കണം. ബിൽഡേഴ്സ് തന്നെ നമുക്ക് 2-3 പേരെ പേപ്പേഴ്സ് തരും. ഇന്നവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സോളിസിറ്ററുമായിട്ട് മുന്നോട്ട് പോകാം. അതല്ല നമുക്ക് വേറെ സോളിസിറ്റർ ആണെങ്കിലും ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് അവർ തന്ന 2-3 സോളിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരാളെ കോൺടാക്ട് ചെയ്ത് നമുക്കൊരു പാക്കേജ് പറഞ്ഞു തരും. ഇത്ര എമൗണ്ട് ആണ് നമ്മുടെ ഈ ഫുൾ പ്രോസസ്സിന് നടക്കുന്നതെന്ന്. സോളിസിറ്ററിന് വേറെ പേരാണ്. അങ്ങനെ അവര് തരുന്നൊരു സോളിസിറ്ററിനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇവര് തമ്മിൽ എന്താ പറയുക ഒരു നല്ല കോണ്ടാക്ട് കാണും അല്ലെ, ഒരു സ്മൂത്ത് ഫീലിംഗ് ആണ് തോന്നി. കാരണം എനിക്ക് തോന്നുന്നു അവര് ഈ ഒരു ബിൽഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് അവരായിരിക്കുമല്ലോ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം അവര് പ്രീവിയസ് ആയിട്ട് സെയിം ഏരിയയിൽ തന്നെയുള്ള ബിൽഡിങ്സിന്റെ ഡീലിംഗ് നടത്തിയത് കൊണ്ട് തന്നെ അവർക്ക് ആ പേപ്പർ വർക്ക്സ് എല്ലാം സിമിലർ ആയി. ഇപ്പൊ നമ്മളുടെ സോളിസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിർദ്ദേശിക്കുന്ന ഒരു സോളിസിറ്റർ ആയതുകൊണ്ട് അവര് അതിൽ 100% ആത്മാർത്ഥത കാണിക്കുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട. കാരണം അത് ലീഗലി അവർ ലയബിൾ ആണ്. അതായത് നമ്മുടെ സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്തിട്ട് അവരുടെ ഒരു സർവീസ് ആവശ്യപ്പെടുമ്പോൾ അവർ ലീഗലി ലയബിൾ ആണ്. എല്ലാ എന്താ പറയണ്ടേ ചെക്ക് ബോക്സും ടിക്ക് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് അത് പേടിക്കണ്ട. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോർഗേജ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് നമ്മുടെ മോർഗേജ് അഡ്വൈസർ ആണ്. സോളിസിറ്റർ ചെയ്യുന്നത് ലീഗൽ പേപ്പർ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് സോളിസിറ്റർ ചെയ്യുന്നത്. അതായത് ട്രാൻസ്പെറൻസി ഓഫ് മണി കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ഗിഫ്റ്റ് എമൗണ്ട് കാര്യങ്ങൾ നമ്മുടെ അതിന്റെ എല്ലാം ലീഗൽ ആക്കുന്നതാണ് സോളിസിറ്റർ.
മോർഗേജിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് മോർഗേജ് അഡ്വൈസറാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പം രണ്ടുപേര് കൂടി പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും സാലറി സ്ലിപ്പ് പിന്നെ NHSP അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ട്രാ പെയിം അത് ടാക്സബിൾ അല്ലേ, ടാക്സബിൾ ആയിരിക്കണം. സാലറി സ്ലിപ്പ് അങ്ങനെയുള്ള പരിപാടികൾ കൊടുക്കുക. അപ്പം മോർഗേജ് അഡ്വൈസർ നമ്മൾ പിന്നെ കുറേ നമ്മുടെ ജോബിൻ്റെ നമ്മൾ ജോയിൻ ചെയ്തതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് അന്വേഷിക്കും. അതെല്ലാം കൂടെ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ അവർക്ക് പാസ് ചെയ്ത് കഴിയുമ്പോൾ അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിത്തിൻ 2 weeks അല്ലേ, 2 to 3 weeks നമുക്ക് എന്തായാലും നമുക്ക് അറിയാൻ പറ്റും, ഡിസിഷൻ അറിയാൻ പറ്റും നമുക്ക് മോർഗേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പ്രോസസ്സിലെ സ്റ്റെപ്സ് കുറെ നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പം എക്സ്ട്രാ ഗിഫ്റ്റ് മണി അങ്ങനത്തെ പരിപാടികളൊക്കെ അത് വേണമെങ്കിൽ ഞാൻ ഇഫ് എനിബഡി നീഡ്സ് അതല്ലാതെ ഒരു പരിപാടി ഇടുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ ഷോർട്ടായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഇപ്പം ഒരു 3 weeks നമ്മൾ അറിയുന്നു നമ്മുടെ ഡിസിഷൻ ഓക്കെ നമുക്ക് മോർഗേജ് കിട്ടുന്നു എന്നുള്ളത്. അതിപ്പം നമുക്കിപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള ബാങ്ക് എന്നൊന്നും ഇല്ല, ഏത് ബാങ്ക് വേണമെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം നമുക്ക് മോർഗേജ് കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് മോർഗേജ് കിട്ടുന്നു. ദെൻ നെക്സ്റ്റ് പ്രോസസ് നമുക്ക് മോർഗേജ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഒരു ബാങ്ക് തരാൻ റെഡി ആയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ആ കിട്ടിയ അതായത് നമുക്ക് മോർഗേജ് തരാനായിട്ടുള്ള ഒരു കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ബാങ്ക് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും. അത് നമ്മൾ നമ്മുടെ ബിൽഡേഴ്സിന് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ബിൽഡേഴ്സ് ഇനിയിപ്പോൾ എൻഷുർഡ് ആവണം, നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഈ ബാങ്കാണ് നമുക്ക് അതായത് നമ്മുടെ മോർഗേജ് തരുന്നതെന്നുള്ളത്. അത് സോളിസിറ്ററിനോട് കിട്ടും. ആ സ്റ്റേറ്റ്മെന്റ് തന്നെ സോളിസിറ്ററിന് പാസ്സാവും, നമുക്കും കിട്ടും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കംപ്ലീഷൻ ഡേറ്റിന് വേണ്ടിയാണ്. അത് കംപ്ലീഷൻ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചില്ലാണ്. ഇത്രയും ഒരു ടൈം വരെ നമ്മൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും, ടെൻസ്ഡ് ആയിരിക്കും, കാരണം മോർഗേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഒരു വെയിറ്റിംഗ് ഗെയിം. പിന്നെ നമ്മൾ വീടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ചില വീടുകൾ കുറച്ച് ടൈം എടുക്കും. അതായത് ഇപ്പം പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളെങ്കിൽ കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. എനിക്കൊന്ന് 1-2 months തന്നെ എല്ലാം റെഡിയാവും. അങ്ങനെ നമുക്ക് കംപ്ലീഷൻ ഡേറ്റ് കിട്ടുന്നു. പിന്നെ ബാക്കി പേപ്പർ വർക്ക്സ് എല്ലാം ലീഗൽ പരിപാടികളെല്ലാം സോളിസിറ്റർ അപ്പോൾ ആ ടൈം കൊണ്ട് ചെയ്യും. അതായത് നമ്മുടെ എല്ലാം ഇപ്പൊ ഗിഫ്റ്റ് മണി അങ്ങനെയുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റിന്റെ എല്ലാം എന്താ സ്യൂസും കാര്യങ്ങളും എല്ലാം. പിന്നെ അവർ ബാക്കി ചെക്സ് നടത്തും. ലാൻഡ് രജിസ്ട്രി ആപ്ലിക്കേഷൻ ഒക്കെ അവർ കൊടുക്കും എല്ലാം. അതായത് നമ്മളെ ഒരു ഭൂമി എന്ന് പറയുന്നത് പിന്നെ വീട് എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഈ പറയുന്ന കൂട്ട് നമ്മുടെ സോളിസിറ്റർ ആ സമയത്ത് സബ്മിറ്റ് ചെയ്യും. പിന്നെ പ്രൈമറി സർവേയും പിന്നെ ഈ പറയുന്ന കൂട്ട് സർവേസ് എക്സ്ട്രാ വേണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ വിത്ത് എമൗണ്ട് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം, അവരത് ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് അവർ അയച്ചു തരും നമുക്ക്. അല്ല, നമ്മളുടെ മോർഗേജ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതും ഉണ്ട്, അതുകൂടാതെ നമ്മുടെ ആക്ച്വൽ പ്രോപ്പർട്ടി എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതും ഉണ്ട്. അതായത് നമ്മള് ഈ പറയുന്ന കൂട്ട് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്, പ്ലോട്ട് മാർജിൻസ്, അങ്ങനെ കുറെ കാര്യം, നമ്മളുടെ പ്ലോട്ട് എത്രത്തോളം എവിടെ തൊട്ട് എവിടെ വരെ മാർക്ക്ഡ് ആണ് എന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിന്റെ കഴിയുമ്പോൾ നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു, സോളിസിറ്ററിന് അയച്ചു കൊടുക്കുന്നു. പിന്നെ സോളിസിറ്ററാണ് ആ ഡെപ്പോസിറ്റ് ബിൽഡേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ബിൽഡേഴ്സിന്റെ സൈഡിൽ ഒരു സോളിസിറ്റേഴ്സ് കാണും അവരുടെ ലീഗൽ പേപ്പർ വർക്കിന് വേണ്ടി. അങ്ങനെ പിന്നെ അവർ തമ്മിലായിരിക്കും ബാക്കി പരിപാടികളെല്ലാം. അങ്ങനെ പിന്നെ അവർ നമ്മൾക്കൊരു ഡേറ്റ് തരും. ആ കംപ്ലീഷൻ ഡേറ്റിൽ തന്നെ നമുക്ക് എന്താ അതുകൂടാതെ തന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത്, ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം ബയർ നിങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണ്ട. നമ്മള് രണ്ടാമത്തെ വീട് തൊട്ട് നമ്മൾ അത് കൊടുക്കണം. അത് ഡിപ്പെൻസ് ആണ്. 3,000 2,000 4,000 അങ്ങനെ വരെ പോവാറുണ്ട്. നമ്മുടെ വീടിൻ്റെതനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ വീടും വീടിന്റെ വിലയുടെ അനുസരിച്ചാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കുന്നത്. ഗസ്റ്റും കൂടെ വന്നിരിക്കുകയാണ്. അതെ, ഞങ്ങളുടെ കൂടെ വേറൊരു ഗസ്റ്റിനെയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗസ്റ്റ് ഓക്കെ. അപ്പോൾ അപ്പൊ നമ്മുടെ ഡെപ്പോസിറ്റ് എല്ലാം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. പിന്നെ പിന്നെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോവാം. അതായത് ഇവിടുത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, നേരത്തെ ചെയ്തോളാൻ പറയുന്നത്. നമുക്ക് ഈ സാധനം എല്ലാം വരാൻ ഇവിടെ നല്ല ടൈം എടുക്കും. അതായത് ഒരു 4 to 6 weeks, ചിലത് 2 months അങ്ങനെ ടൈം എടുക്കും.
നമ്മൾ ലക്കിയാണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടും. നമ്മൾ ആ ഒരു റിലാക്സിങ് ടൈം എല്ലാം കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ടൈമാണ് എന്ന് നമ്മുടെ കീ കിട്ടും. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് നമ്മളോട് പറയുന്നു ഓക്കെ നിങ്ങളുടെ കീ റെഡിയാണ്, നിങ്ങൾക്ക് വന്ന് മേടിക്കാം. ഓൾറെഡി കൺഫേംഡ് ആണ്. ടൈം ഒരു തരുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം തലേദിവസമായിരിക്കും ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നത്. നമ്മുടെ ആ ഒരു മോർഗേജ് മണി ബിൽഡേഴ്സിന്റെ സോളിസിറ്റേഴ്സിന് കിട്ടുന്നു, പിന്നെ ബിൽഡേഴ്സിലേക്ക് കിട്ടുന്നത് തലേദിവസമായിരിക്കും. അപ്പം അത് അവരുടെ കയ്യിൽ കിട്ടാതെ അവരൊരു ടൈം നമുക്ക് തരത്തില്ല. അതങ്ങനെ അവരുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അവർ പിറ്റേ ദിവസം നമ്മളെ വിളിച്ച് പറയും. മോസ്റ്റ് പ്രോബ്ലി മോർണിംഗ് തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കും. ഒരു 10:30 11 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കിന് അവർ നമ്മളെ വിളിച്ച് പറയുന്നു കീ വന്ന് മേടിച്ചോളാം. അങ്ങനെ നമ്മൾ കീ മേടിക്കുന്നു, എല്ലാവരും ഹാപ്പി ആവുന്നു. ഹാപ്പി ആയിട്ട് പക്ഷെ അത് ഈ പറയുന്ന കൂട്ട് ഒരു വലിയ പെയിൻസ്റ്റേക്കിംഗ് പ്രോസസ് ആണെങ്കിൽ പോലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു തോട്ടില് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ കുറെ ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ അത്രയും സിമ്പിൾ അല്ല പ്രോസസ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഓക്കെ ഇതാണ് അതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് എങ്കിലും സിമ്പിളേ അല്ല പ്രോസസ്സ്. പിന്നെ ജേർണി ഡിഫറെന്റ് ആയിരിക്കും. എന്നാലും ഒരു ടെൻഷൻ പിടിച്ച ഒരു എന്താ പറയുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പിന്നെ അറ്റ് ദ എൻഡ് എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കീ നമ്മുടെ കൈ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങളുടെ ജേർണി ഇങ്ങനത്തെ ഷോർട്ട് വേർഷൻ. എനിക്ക് തോന്നുന്നു ഈ പ്രോസസ് എല്ലാം ഒത്തിരി ടൈമൊന്നും അങ്ങനെ എടുക്കില്ല. ഒരു 3 അതായത് നമ്മൾ വീട് തപ്പുന്ന പോലെ ഇരിക്കും കേട്ടോ. വൺസ് നമ്മൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് വിത്തിൻ 2 months 1 to 2 months അല്ലേ, വിത്തിൻ 1 to 2 months നമ്മുടെ എന്താ പറയാ മോർഗേജ് ആപ്ലിക്കേഷനും അങ്ങനത്തെ പരിപാടികളെല്ലാം ഒരു ടൈം കൊണ്ട് കഴിയും. പിന്നെ വീട് അതിന് മുന്നുള്ള വീട് തപ്പുക, വീട് കണ്ടുപിടിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട വീടായിട്ട് മുന്നോട്ട് പോവുക, അതൊക്കെയാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഓരോ തീരുമാനങ്ങൾ നമ്മൾ വരണമല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടു വീട്, പിന്നെ കുറെ കൺഫ്യൂഷൻ പിടിച്ച പരിപാടിയാണ് ഇത്. ന്യൂ ബിൽഡിന്റെ പരിപാടികളാണ് ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ. അല്ലാതെ പഴയ വീടിന്റെ കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ഇതിലേക്ക്. Okay. So it's simply Sharon signing off. Until next time, bye bye.